ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ സോഫ്റ്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കൺഫേം ആയിട്ടുള്ള ട്രേഡുകൾ എങ്ങനെ പിക്ക് ചെയ്യാന്നുള്ളത്. അതിനകത്ത് ഞാൻ ഒരു എക്സാമ്പിൾ ഇന്നത്തെ സ്കാൽപ്പിംഗ് എന്ന എൻട്രിയാണ് കാണിക്കുന്നത്. നിഫ്റ്റി 23,500 ചാർട്ടാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിന് ഇതുപോലെ ഓപ്ഷൻസ് സെപ്പറേറ്റ് ചാർട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഭയങ്കര എന്താണ് ഈസിയാണ്. അതായത് എൻട്രി എക്സിറ്റ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അവിടെ കാണാൻ സാധിക്കും. 292 നമുക്ക് ആ ട്രേഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയൊരു 100 പോയിന്റ് മേലൊരു മൂവ്മെന്റ് വന്നു കേട്ടോ. നല്ലൊരു മൂവ്മെന്റ് ആണ്. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ 12:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബൈ വന്നു. നമ്മുടെ കൺഫർമേഷൻ പ്രൈസ് ബൈ ആണെങ്കിൽ ബൈസ് ഓൺ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഈ ആരോടെ താഴ്ത്തി ബാറില്ലേ, അത് ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്ത് വരും. അപ്പോൾ സിഗ്നൽ വരുമ്പോഴുള്ള ബാർ ഗ്രീൻ ആയിരിക്കണം. അത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോസിൽ പറയുന്നുണ്ട്, റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന ട്രേഡുകൾക്ക് താഴത്തെ ബാർ നിങ്ങൾ നോക്കണ്ട. റെസിസ്റ്റൻസിന് എടുത്തിട്ടാണ് റെഡ് സ്റ്റാർ കണ്ട, അതിനെടുത്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു കയറ്റം കയറുന്നുണ്ടാവും. പിന്നെ ഇവിടുന്ന് ഓരോ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറി. ഇപ്പോൾ അടുത്ത റെസിസ്റ്റൻസ് വന്നിരിക്കുകയാണ്. ഇനി ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് കയറിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു റീ എൻട്രി ചാൻസ് ആണ് അവിടെ വരുന്നത്. വൺ സൈഡ് ഇതുപോലെ വൺ സൈഡ് മൊമെന്റ് വരുമ്പോൾ നിങ്ങൾ അവിടെ റീ എൻട്രി എടുത്ത് പോരുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സോഫ്റ്റ് ഉപയോഗിച്ചുള്ള ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളും. താങ്ക് യു.